നാട് ഇത്രയും നശിപ്പിച്ചിട്ട് പിന്നെ ഇനി അഭിപ്രായം ഒന്നുമില്ല. എല്ലാവർക്കും ദൈവത്തെ ഓർത്ത് പറയും. രാഷ്ട്രീയ പ്രത്യേകിച്ച് മാർക്സികാരെയാണെന്ന് പറയുന്നത്. കാരണം അതുപോലെ ജനങ്ങൾ അഭിപ്രായം LDF ഇനി ഭരണത്തിൽ വന്നില്ലെങ്കിൽ ഈ കേരളം വീണ്ടും 50 വർഷം പിന്നോട്ട് പോകും. 10,000 വോട്ടും കൂടെ കൂടുതൽ കിട്ടും ഉമ്മൻചാണ്ടി സാറിൻ്റെ മുകളിൽ ഇവിടെ നിന്നാൽ, ഇദ്ദേഹത്തിനെതിരെ നിന്നാൽ അത്ര വ്യത്യാസം വരുന്നുള്ളൂ. ആദ്യത്തെ സർക്കാരല്ലായിരുന്നു. സർക്കാരിൻ്റെ പ്രവർത്തനം ഇച്ചിരി മോശമുള്ളൂ. ശബരിമല വിഷയം തെറ്റ് ചെയ്തവൻ ആരായാലും ശരി, അത് പിണറായി വിജയനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വത്ത് കണ്ടുകെട്ടി ആ മുതൽ അവിടെ കൊടുക്കണം. ആ അഭിപ്രായക്കാരനാണ്. മോളായാലും ആരായാലും ആര് വന്നാലും സജിച്ചെറിയാനെതിരായിട്ട് ഇവിടെ ജയിക്കാൻ വേറൊരാൾ ജയിക്കാൻ ചാൻസ് തീരെ കുറവാണ്. ഇവിടുത്തെ MLA മന്ത്രിയുമായ നമ്മുടെ സജി ശ്രീധരൻ സാറിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് സൂചിപ്പിക്കാമോ? നല്ല 10 വർഷത്തെ നല്ല അഭിപ്രായം, നല്ല ഭരണമായിരുന്നു. എല്ലാവരും പിന്നെ ഹോസ്പിറ്റലിലെ ഇവിടുത്തെ ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലെ, പാണനാട്ടിലെ ഹോസ്പിറ്റലിലെ, അതായത് വിവിധ തരത്തിലുള്ള ഹോസ്പിറ്റലിലെ, പിന്നെ വിവിധ തരത്തിലുള്ള റോഡുകളെ, അത് പാലങ്ങളെ എല്ലാം പുള്ളി എല്ലാം നല്ല ആൾക്കാർ എല്ലാം നല്ല രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നാടിനായാലും വീടിനായാലും എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ജാതമത ഭേദമന്യാണ് എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ട കാര്യങ്ങൾ പുള്ളിക്ക് ഒരു കേസിൻ്റെ കാര്യമാണ് സഹിച്ചറിയാനാണെങ്കിലും നമുക്കെല്ലാം ശരിയാക്കി തന്നതെല്ലാം നല്ല കാര്യങ്ങളെല്ലാം. പിന്നെ എനിക്ക് എന്താ പറഞ്ഞാലും സാറ് മുന്നോട്ടെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ സജി ചെറിയാൻ സാറ് വിജയിക്കും. 100%. സഹിച്ചറിയാൻ നല്ല വ്യക്തിത്വമാണ് എല്ലാവരും ജാതി മത ഭേദം വ്യക്തിത്വം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യം ചെയ്യുന്നതല്ല. BJP പാർട്ടി അതിന്റെ പിന്തുണ അല്ലെങ്കിൽ ഇൻവോൾവ് കാരണം നമ്മുടെ സജി ചെറിയാൻ സാറിന്റെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ കാരണമുണ്ടോ? ഇല്ലില്ല. രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അഭിപ്രായം? നല്ല അഭിപ്രായം, നല്ല പറഞ്ഞു. സൈച്ചറിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല അഭിപ്രായമാണ്. ഞങ്ങളുടെ നാട്ടുകാരനാണ്, ജനങ്ങൾക്ക് ഉപകാരിയാണ്. ഞങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇവിടെ പല കാര്യങ്ങളും സൈച്ചറിയൻ മന്ത്രി ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് സൈച്ചറിയൻ മന്ത്രിയായി ഇരുന്ന കാലത്ത് ഒരുപാട് കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് 2018 പ്രളയത്തിനും പുള്ളി വളരെ കാര്യമായിട്ട് ഞങ്ങളെ നോക്കിയിരുന്നു. പുള്ളി ഇത് താഴെത്തട്ടിൽ നിന്ന് വന്നൊരു മനുഷ്യനാണ്. പല ആൾക്കാരോടും യോജിച്ച് ഇടപെട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കലും ഒരു മതം നോക്കി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനല്ലത്. പ്രത്യേകിച്ച് ഒരു LDF സർക്കാരിൻ്റെ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി മത്സരിക്കാൻ താല്പര്യമുണ്ട്, തീർച്ചയായും വിജയിക്കും. വിവാദങ്ങൾ എപ്പോഴും പാർട്ടിക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. പാർട്ടി അങ്ങനെ വിവാദങ്ങളുടെ മുന്നിൽ തോറ്റുപോകുന്നതല്ല. അതിപ്പം എപ്പോഴുള്ളതാണ് വിവാദങ്ങൾ അത് പുള്ളി അത് ബാധിക്കത്തില്ല. കാരണം പുള്ളി നാടിന് വേണ്ടി വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് പുള്ളി.